मेरे प्यारे बच्चों साहब ऑनलाइन हिंदी क्लास में सबका स्वागत करता हूँ. എല്ലാ മക്കളും ഉഷാറല്ലേ? യെസ്, കഴിഞ്ഞ വീഡിയോയിൽ എന്തെല്ലാമാണ് ഓണപരീക്ഷയ്ക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്, ഏതൊക്കെ യൂണിറ്റ് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ മാഷ് പറഞ്ഞിരുന്നു ഇനി എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും വരുന്നത്, ആ ചോദ്യങ്ങളൊക്കെ ആയിട്ട് മാഷ് വീഡിയോയിൽ വരും. അതേപോലെയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഈ വരുന്ന ഓണപരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യം, ഏതാണ് ആ ചോദ്യം എന്നുള്ളത്. നോക്കൂ മക്കളെ, ഗ്യാൻ മാർഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യ യൂണിറ്റിലെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അതൊരു ഏകാംഗിയാണ് അല്ലെ, ഏകാംഗിയാണ്. അസ്ഗർ വജാഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമായിരുന്നു അത് അല്ലെ, സെറ്റായിരുന്നു ആ പാഠഭാഗം. ആ പാഠഭാഗത്തിൽ ഈ വരുന്ന ഓണപരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് കണ്ടേക്കാം. കൃത്യമായി ശ്രദ്ധിച്ചോളൂ മക്കളെ. എന്താണ് ആ ചോദ്യം? ഗ്യാൻ മാർഗ് ഏകാംഗി കാ മഞ്ചൻ ഹോനെ വാലാ ഹേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, യെസ്, നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ ചോദിക്കും എന്താണ് ഗ്യാൻ മാർഗ് എന്ന ഏകാംഗിയുടെ അല്ലെ ഒരു മഞ്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ അല്ലെ, സ്റ്റേജിൽ എന്ത് ചെയ്യുക, സ്റ്റേജിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നു അല്ലെ. ഗ്യാൻ മാർഗ് എന്നുള്ള ഏകാംഗി സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ് അല്ലെ. നിങ്ങളാണ് അതിന്റെ കഥാപാത്രങ്ങളൊക്കെ ആണ് എന്നുള്ളത് നിങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കി വെക്കുക. ഇസ്കേ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരേ അല്ലെ, നിങ്ങൾ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു ഏകാംഗി നിങ്ങളുടെ സ്കൂളിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാർ കരേ എന്നാ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഈ വരുന്ന ഓണപരീക്ഷയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള ചോദ്യം ഈ വരുന്ന ഓണപരീക്ഷയിൽ എൻ്റെ മക്കൾ കൃത്യമായിട്ട് ചോദിക്കും എന്നുള്ള ഒരു ബോധം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. എന്നാൽ പോസ്റ്റർ ആണല്ലോ, എന്തായിരിക്കും ഇത്, വളരെ പ്രയാസമാണോ എന്നുള്ള ഒരു ചിന്തയും വേണ്ട. സിമ്പിളായിട്ട് എഴുതിയിട്ട് 4 മാർക്ക് നമുക്ക് നേടാൻ കഴിയും അല്ലേ. യെസ്, ഇത് പരീക്ഷയിൽ ചോദിക്കും അല്ലെ. ആ കുട്ടി ചിരിക്കുന്നത് പോലെ ഈ ചോദ്യം നിങ്ങൾ പരീക്ഷ കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചിരിച്ചോളുണ്ടു. ഓക്കെ, റെഡി? എന്തായിരിക്കും നമുക്ക് എഴുതാൻ, എങ്ങനെ കൃത്യമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കിക്കോ. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡേറ്റ് കൊടുക്കുന്നു, സിതംബർ 14 അല്ലേ. യെസ്, എന്താണ് യെസ് 14. 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 അല്ലേ, സെപ്റ്റംബർ 14 ഇനി നമുക്ക് താഴെ ഇങ്ങനെ കൊടുക്കാം, ഹിന്ദി ദിവസ് സമാരഹ് അല്ലേ, ഹിന്ദി ദിവസ് സമാരഹ് അല്ലേ. അപ്പം സെപ്റ്റംബർ 14 ഹിന്ദി ഡേ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ, ദേശീയ ഭാഷയായി അംഗീകരിച്ച ദിവസം അല്ലേ. അപ്പൊ ഹിന്ദി ദിവസ് സമാരഹ് എന്ന് നമ്മൾ കൊടുക്കുന്നു. അതേപോലെ താഴെ എന്ത് കൊടുക്കുന്നു, ഗ്യാൻ മാർഗ്, നമ്മൾ അവതരിപ്പിക്കുന്ന ഏകാംഗിയുടെ പേരാണ് ഗ്യാൻ മാർഗ് എന്നുള്ളത്. നിങ്ങൾ കഥാപാത്രമായിട്ട് നിങ്ങൾക്ക് തന്നെ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതാണ്. അപ്പൊ ഗ്യാൻ മാർഗ് എന്ന് എഴുതിയിട്ട് അത് എന്താണ്, ഏകാംഗിയാണ് നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് അതിൻ്റെ താഴെ ഇത് രണ്ടും, ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് ഒന്നും എടുത്ത് എഴുതുന്നില്ല, ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്ത് എഴുതുകയാണ് അല്ലേ. അപ്പൊ എന്താണ്, ഏകാംഗിയാണ്, ഗ്യാൻ മാർഗാണ് എന്ന് നമ്മൾ കൊടുത്തു. പിന്നെ ഏതൊരു സംഭവം നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു ടൈം വേണ്ടേ അല്ലേ, കൃത്യമായിട്ട് ടൈം വേണ്ടേ, എന്നാലല്ലേ അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, സവേരെ 10 ബജേ അല്ലേ, രാവിലെ എത്ര മണി, 10 മണിയാണ്. അത് നിങ്ങൾക്ക് 9 ആക്കണോ, 11 ആക്കണോ അല്ലേ. യെസ്, ഇത്ര മണിക്ക് തന്നെ നിങ്ങളത് ആരംഭിക്കണമെന്ന് ഒരു ചോദ്യ പേപ്പറിലും പറയൂല. അപ്പം നിങ്ങൾ അതും സേഫാണ്, ഇതന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ, താഴെ ഇങ്ങനെ ഇതാം, സ്കൂൾ സഭാഗ്രഹമേം അല്ലേ. സ്കൂൾ സഭാഗ്രഹമേം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അല്ലേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അല്ലേ. നമ്മൾ ക്രിക്കറ്റോ ഫുട്ബോളോ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ആണെങ്കിൽ നമുക്ക് സ്കൂൾ മൈതാൻമേ എന്ന് പറയാം അല്ലേ. ഇതെന്താ, സ്കൂൾ സഭാഗ്രഹം അല്ലേ. സ്കൂൾ സഭാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയം അല്ലേ, ഓഡിറ്റോറിയത്തിലാണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഇനിയോ ഏതൊരു പോസ്റ്ററിന്റെ താഴെയും നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതാണ് ഏറ്റവും ഹൈലൈറ്റ്, സബ്കാ സ്വാഗത്, എല്ലാവരും വെൽക്കം. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻവൈറ്റ് ചെയ്യണം അല്ലേ. ആരും വന്നില്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഏകാംഗി കാണാൻ ആളുണ്ടാവുമോ, അപ്പൊ എല്ലാവരും വരട്ടെ, മാക്സിമം അടിച്ചു കയറി വരട്ടെ. എന്നിട്ട് നമുക്ക് അവസാനം ഇത്തരത്തിൽ കൊടുത്ത് അവസാനിപ്പിക്കാം. സ്കൂൾ ഹിന്ദി ക്ലബ്ബ് അല്ലേ, ഹിന്ദി ക്ലബ്ബ് എല്ലാത്തിലും മുന്നിലായിരിക്കും, നമുക്ക് ഏകാംഗി ഉണ്ടാകുന്ന കാര്യത്തിലും മുന്നിലായിരിക്കാം. ഈ ചോദ്യം പഠിച്ചിട്ട് നിങ്ങളും പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിക്കൊണ്ട് നിങ്ങളും മുന്നിലാവട്ടെ എന്നാണ് മാഷിന് പറയാനുള്ളത്. ഇത്തരത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയാൽ നിങ്ങളെ കാത്തിരിക്കും ഈ ഓണ പരീക്ഷയിൽ 4 മാർക്ക്. സിമ്പിൾ അല്ലടാ, എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കിയാൽ 4 മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും. നോ ഡൗട്ട്.
സെറ്റ് അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേടാ മക്കളെ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വരുന്ന ഓണപരീക്ഷയിൽ കൃത്യമായിട്ടുള്ളൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. ഇതല്ലാതെ ചെറിയ ചേഞ്ച് വന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ ചോദിച്ചാൽ പോലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് സമയം, അല്ലേ, സ്ഥലം, അതേപോലെ എല്ലാവരും വെൽക്കം ചെയ്യുക, ക്ലബ്ബ്, സ്കൂളിലെ ഒരു ക്ലബ്ബ്, ഇല്ല, ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എഴുതാൻ പറ്റും, അല്ലേ? അതിൽ ചോദിച്ച ആ ചോദ്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാറ്റം വരുത്തിയാൽ മതി. ആ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെറിയ മാറ്റം മാത്രം വരുത്തിയാൽ കൃത്യമായിട്ട് നമുക്ക് 4 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടൊരു ബോർഡറൊക്കെ വരച്ച് അടിപൊളിയാക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, വേണമെങ്കിൽ എന്തെങ്കിലും ചിത്രമൊക്കെ നിങ്ങൾക്ക് വരക്കാം, അല്ലേ? ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആകർഷണീയമാക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നു. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ സിമ്പിളാക്കി എഴുതിയാൽ 4 മാർക്ക് ഉറപ്പാണ് മക്കളെ. അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഇതേപോലെ 4ഉം 5ഒക്കെ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയുമായി മാഷ് വീണ്ടും വരും. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.